കഴിഞ്ഞ ദിവസം നമ്മളൊരു ജീൻസിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ 2 പീസാണ് കേട്ടോ അത്. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം പേഴ്സ് ഉണ്ടാക്കാൻ വെച്ച് പിന്നെ വെറുതെ കുറച്ച് പീസ് കട്ടായി പോകും. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് സാധനം കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർ ബോട്ടിൽ ബാഗാണ്. വാട്ടർ ബോട്ടിൽ പൗച്ചെന്നോ ബാഗെന്നോ എന്താ വെച്ചാൽ പറയാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 പീസ് സെപ്പറേറ്റ് അല്ലേ, അപ്പോൾ നമുക്കതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ നല്ല സൈഡും ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങളുടെ അടുത്ത് കറക്റ്റ് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോയിനിങ്ങിൻ്റെ ആവശ്യം വരില്ല. അതർവൈസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് മാത്രം. നെക്സ്റ്റ് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം, അതായത് ഒരു തല പിടിച്ചിട്ട് ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഭാഗത്തിനൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറിച്ച് വെക്കാം, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൗച്ചിൻ്റെയൊക്കെ ഉൾഭാഗം തുന്നില്ലേ, അതായത് അവിടെ ഒരു സ്പേസിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുന്നുന്നത്. ആ ഒരു കട്ട് ചെയ്തത് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ലോക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഈ എല്ലാ പോയിൻറ്റിലും നിങ്ങൾക്ക് ഉള്ളിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അരികൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം കേട്ടോ. അതായത് അതിൻ്റെ വായഭാഗം ജസ്റ്റ് ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് തയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ തയ്ക്കുന്ന പോയിൻറ്റിൽ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയാനായിട്ട് വിചാരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീൻസിൻ്റെയൊക്കെ ലെങ്ത്ത് നമ്മൾ ഷോർട്ടൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ മടക്കി എടുക്കുകയാണെങ്കിൽ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല എന്ന് കേട്ടോ. ഇപ്പോൾ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളിങ്ങനെ ജീൻസിൻ്റെ ഇതൊക്കെ നമ്മുടെ നോർമൽ മെഷീനിൽ, അതായത് ഇപ്പോൾ പവർ മെഷീനിലാണെങ്കിലും മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ആ താഴത്തെ എഡ്ജ് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ച് അടിച്ചുല്ലോ, അതായത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി, താഴെ ഒരു സ്പേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 കോർണറിൽ ഇങ്ങനെ പിടിച്ചിട്ട് സ്ട്രെയിറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ പൗച്ചിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കിനി 2 വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് എല്ലാം നീറ്റായിട്ട് മടക്കി തയ്ച്ച് വരുമ്പോൾ 1/4 ഇഞ്ച് കിട്ടുന്ന രീതിക്ക് ഒരു സ്ട്രിപ്പ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വള്ളിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഏത് ബോട്ടിലിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് കാണണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏട്ടൻ്റെ ഓട്ടോയിൽ ഈ ഒരു ബോട്ടിൽ വെള്ളം കുപ്പി ഇങ്ങനെ തുണിയിൽ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബോട്ടിൽ ഉരയാതിരിക്കാനാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിലിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ്, നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.